السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ನಡುಕುದಿಸಿದಲ್ಲಿ ಈಸಿ ಆಗುತ್ತೆ. പ്രസത്തെ സഹോദരന്മാരെ സഹോദരിമാരെ, സർവലോകത്തെയും സൃഷ്ടിച്ചു പരിപാലിക്കരെ നമുക്കെല്ലാ അനുഗ്രഹവും നിഅമത്തും തന്നെങ്കെത്തനാല റബ്ബു സുബ്ഹാനഹു വ തആല അവൻ്റെ നിഅമത്തുക്ക് ശുക്രാക്കിയിട്ട് നല്ല വിശ്വാസിയായിട്ട് ജീവിക്കുകയും അതേ അവസ്ഥയിൽ മരിക്കുകയും ഞങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കണം. ಅದಕ್ಕೆ അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരെ, ഒരു മുസ്ലിമരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവന് എപ്പോഴും മാതൃകയായിട്ടുള്ളത് നബിയും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ സ്വഹാബത്തുമായിട്ട്. കാരണം ആ സ്വഹാബിമാർ മുഖാന്തരമായിട്ടിക്കറ് നമുക്ക് പരിശുദ്ധമാക്കപ്പെട്ട ദീന് ഇന്ന് കിട്ടിയത്. ഇന്റെ ദീനുമായി ബന്ധപ്പെട്ട് ഏതൊരു വിഷയം ഞങ്ങൾ പഠിക്കുമ്പോഴത്തേക്കും മനസ്സിലാക്കുമ്പോഴത്തേക്കും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാണ്ട് അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ഞങ്ങൾക്ക് സാധിക്കും. ആയെങ്കില എങ്ങനെ ആ ദീന് ഞങ്ങളെ കൈക്ക് കിട്ടിയത് ചൊന്തു ഞങ്ങൾ പരിശോധിക്കണം. എത്രമാ ആൾമാരെ ത്യാഗ, സ്വഹാബിമാരെ ബുദ്ധിമുട്ടു, സ്വഹാബിമാരെ ഈ ദീനര മാർഗത്തിലുള്ളേക്കത്തെ അങ്ങനെ പരിശ്രമത്തെ ഭാഗമായിട്ടായിട്ട് നമുക്ക് ഈ ദീനിട്ട് കിട്ടിയത് അല്ലേ. അത് പഠിക്കുമ്പോഴത്തേക്കും മനസ്സിലാക്കുമ്പോഴത്തേക്കായിട്ട് ഈ ദീനിൽ ഞാൻ എന്തൊരാക്കിരാച്ചുള്ളേക്കത്തെ ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഈ ദീനര മേഖലയിൽ അള്ളാഹുക്ക് വേണ്ടിയിട്ട് ഞാൻ ആക്കിയത് എന്തിനേച്ചുള്ളൊരു ക്വസ്റ്റ്യൻ ഞങ്ങളെ മനസ്സുക്ക് വേണ്ടത് അപ്പായിട്ടിക്കർ. മഹാനായ സ്വഹാബിമാരെ ജീവനത്തിൽ നോക്കുക. അംർ ബിൻ അബി വക്കാസ്, സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ. അയാളുടെ ജീവനത്തിലൊരു സംഭവം നിങ്ങൾക്ക് കാണുക സാധ്യമാണ്. അയാൾക്ക്
14ാമത്തെ വയസ്സിലായിട്ടിക്കറ് യഥാർത്ഥത്തിൽ അയാൾക്ക് 14ാമത്തെ വയസ്സിലായിട്ടിക്കുമ്പോഴത്തേക്ക് ബദ്ർ യുദ്ധ നടക്കരുത്. ഈ ബദ്ർ യുദ്ധത്തെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തെ റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോ ഒരു സ്വഹാബി മാത്ര യതവാറാ മിൻ റസൂലില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഞ്ചിട്ട് ബാരമേ അയാൾ ഇങ്ങനെ ഒഞ്ചി വെച്ചോ. അപ്പൊ അയാളുടെ സഹോദര സഅദ് ബിൻ അബി വഖാസ് കേക്കറ് എന്തുകൊണ്ടിട്ടു ഒഞ്ചി തയ്ക്കറ് എന്തെങ്കിലും എല്ലാരും മുന്നോട്ട് പറഞ്ഞിട്ട് ലൈനിൽ സഫായിട്ട് നിന്റെ ഉള്ളാറ് നീ ഒഞ്ചി തയ്ക്കറ് എന്തെങ്കിലും അയാൾ ചൊല്ലുത്തു അഖാഫു അൻ യറാനി റസൂലുള്ളാഹ്, നന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോക്കരുത് നക്ക് പേടിയാവും. നബി തങ്ങ നോക്കിയെങ്കിൽ ഫയസ്തസ്ഗിറുനി ഫയറുദ്ദനി, നബി എന്താക്കരുത് നാല് ചെറിയ ചൊന്നിട്ടു യുദ്ധ ആക്കാണ്ട് നന്റെ റിട്ടേൺ കടത്തു. നബി 14 വയസ്സായിട്ടിക്കറ് ആ സ്വഹാബിക പുല്ല് ನಾನು ചെറിയ ചൊന്നിട്ട് യുദ്ധ ആക്കാണ്ട് നന്റെ യുദ്ധത്തിൽ കൊണ്ടുപോകാണ്ട് നന്റെ നബി റിട്ടേൺ ആക്കുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടിട്ട് ഞാൻ ഒഞ്ചി തെച്ചു. ലഅല്ലല്ലാഹു അൻ യർസുഖനി അശ്ശഹാദ, അല്ലാഹു ചിലപ്പോൾ നക്ക് ഷഹാദത്ത് ചൊല്ലിക്കത്തെ ആ ഒരു വലിയ അനുഗ്രഹത്തെ അല്ലാഹു നക്ക് തറവുള്ള സാധ്യത ഉണ്ട് ചൊന്നിട്ട് അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടെത്തറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേണ്ട നീ റിട്ടേൺ പോണു ചൊന്നിട്ട് അയാളുടെ ഒട്ടിക്ക് ആഹ്വാനാക്കർ, അയാളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റിക്വസ്റ്റ് ആക്കർ അല്ലെങ്കിൽ കൽപ്പിക്കർ. അയെങ്കിൽ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റിക്വസ്റ്റ് ആക്കിയിട്ട് ബുൾപുട്ടിട്ടു ആ ബദ്ർ യുദ്ധത്തിൽ ഷഹീദാവും അല്ലെങ്കിൽ ബദ്ർ യുദ്ധത്തിൽ പങ്കെടുക്കുക പോകും. അല്ലെ ബദ്ർ യുദ്ധത്തിൽ പങ്കെടുത്ത 14 സ്വഹാബിമാരെ കൂട്ടത്തിൽ മഹാനായ അംർ ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് നിങ്ങൾക്ക് കാണുക സാധ്യം. അത്ര ചെറിയ വയസ്സ് അല്ലെ. അപ്പൊ കൂടെയുള്ള ഞങ്ങളൊരു ലെസൺ അല്ലെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കുന്ന ഈ വിഷയം, അത്രയും ചെറിയ വയസ്സിൽ 14ാമത്തെ വയസ്സിൽ അള്ളാഹുരെ ദീനിന് വേണ്ടിയിട്ട് ഒരു സഹാബി ആക്കിയ ത്യാഗത്തെ ഒരു ഭാഗമായിട്ടിരിക്കുന്നതാണ് ഇപ്പൊ ഈ നിങ്ങളുടെ ചൊല്ലുന്നത്. സഹോദരന്മാരെ, അങ്ങ് ആഗ്രഹിച്ച അതേ സ്വർഗ നാണും നിങ്ങൾ ആഗ്രഹിച്ചോ. അതേ സ്വർഗ, വേറെ സ്വർഗ ഇല്ലല്ലേ. അങ്ക് വേറെ സ്വർഗ നങ്ക് വേറെ സ്വർഗം ഉണ്ട്. സഹാബിനക്ക് വേറെ സ്വർഗ നങ്ക് വേറെ സ്വർഗ ഇല്ല. അങ്ങ് ആരാധിച്ച് അങ്ങനെ സൃഷ്ടിച്ചിട്ട് അങ്ക് നിഅമത്തും അങ്ക് അനുഗ്രഹവും കൊടുത്ത് അതേ റബ്ബൈട്ടിക്കർ ഞങ്ങളെ റബ്ബുമില്ലേ. അങ്ക് സ്വർഗത്തിക്ക് എത്തുക എന്തെല്ലാം മാർഗം ഉണ്ടാ അതേ മാർഗം നങ്കും അല്ലാഹു നിശ്ചയിച്ചു തന്നത്. ആയെങ്കില അങ്ങ് ആക്കിയതായ പ്രവർത്തനവും അങ്ങ് ആക്കിയതായ അമലും ഞങ്ങൾ ആക്കിരമാ ചൊന്തു ഞങ്ങളുടെ ചിന്തിക്കൊണ്ടായിട്ടിരിക്കുക. എവിടെ ഉള്ള അമലരെ കുന്നൽ വെച്ച് നോക്കണുണ്ടെങ്കിൽ ഞങ്ങും അങ്ങും തമ്മിലുള്ള വ്യത്യാസം എത്ര ഉണ്ട്, ഡിഫറൻസ് എത്ര ഉണ്ട്. അപ്പൊ ഞങ്ങൾ ആ ഒരു രൂപത്തിൽ ചിന്തിക്കൂ, ഞങ്ങൾ തയ്യാറാവും. അതായിട്ട് സഹാബിമാരെ ജീവനവും എല്ലാം ഞങ്ങൾ പഠിക്കുമ്പോഴത്തേക്കും കൂടെ മനസ്സിലാക്കുന്നായത്. ഇന്നത്തെ വിഷയവുമായിട്ട് ഇതൊക്കെ ബന്ധുണ്ട്. അതുകൊണ്ടായിട്ട് ഞാൻ ഇത് നിങ്ങളുടെ ചോദ്യം നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊല്ലത് ഈ സ്വർഗ ചൊല്ലത് ആർക്കുള്ളതായിട്ട് സ്വർഗ ഞങ്ങൾ ചൊല്ല അള്ളാഹു നിങ്ങൾക്ക് സ്വർഗ തരുന്നു, സ്വർഗത്താൽമാർ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നു, ഞങ്ങൾ ആഗ്രഹിക്കുക ദുആർക്കുക ഞങ്ങൾ ചൊല്ല എല്ലാം ഞങ്ങൾക്ക് ആർക്കുള്ളത് സ്വർഗ വെറുതെക്ക് നാളെ പോയെങ്കിൽ വെറുതെക്ക് ഫ്രീ ആയിട്ട് സ്വർഗത്ത് പോകാണ്ട് നിങ്ങൾ വിചാരിക്കുക. അള്ളാഹു ഖുർആനിൽ കേൾക്കുക അങ്ങനെയുള്ളതല്ല. അള്ളാഹു ചൊല്ലത് ലില്ലദീന അഹ്സനു, നല്ല രൂപത്തിൽ ദുനിയാവിൽ ജീവിച്ച ആൾമാർ, ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, അങ്ങനെ നല്ല രൂപത്തിൽ ജീവിച്ച അള്ളാഹു നമുക്ക് പടിപ്പാട്ടി തന്ന രൂപത്തിൽ തെല്ലുപോലും യാറെ കൊറോടിയാക്കാണ്ട് ജീവിച്ച ആൾമാർക്കുള്ളത് സ്വർഗ. അങ്ക് സ്വർഗവും ഉണ്ട്, വസിയാദ അതിരാൻറ്റി തെല്ല് യാറവും ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊല്ലി. ഇനി വലാ യർഹിഖന്ന വുജൂഹഹും ഖതറുൻ വലാ ദില്ല, അങ്ങനെ ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുത്ത ആൾമാർക്ക് നാളെ പരലോകത്തിൽ ക്ഷീണമാ ബച്ചല ബേജാറ എന്തും അങ്കില്ല. ആ രൂപത്തിൽ അങ്ങ് സ്വർഗത്തിൽ പ്രവേശിക്കണം. എന്നിട്ട് അല്ലാഹു ചൊല്ലേ ഉലൈക അസ്ഹാബുൽ ജന്ന ഹും ഫീഹാ ഖാലിദൂൻ. ഉലൈക അസ്ഹാബുൽ ജന്ന, അങ്ങനെ ദുനിയാവിൽ ജീവിച്ച ആൾമാർക്കുള്ളതായിട്ട് സ്വർഗ. അല്ലാണ്ട് ഞങ്ങൾക്ക് തോന്നിയതുപോലെ ഞങ്ങൾ ജീവിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രദ്ധിക്കുക ചൊന്നത് ശ്രദ്ധിക്കാണ്ട്, ആക്കുക ചൊന്നത് ആക്കാണ്ട്, ആക്കണ്ട ചൊന്നത് ആക്കിയിട്ട് അങ്ങനെ ഞങ്ങൾക്ക് തോന്നിയതുപോലെ ഞങ്ങൾ ജീവിച്ചെങ്കിൽ ഈ ചൊന്ന സ്വർഗാവകാശിമാരെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് ഉൾപ്പെടാൻ സാധ്യമാവും. അതായിട്ട് നാ ഫസ്റ്റ് ചൊന്ന സ്വർഗത്തേക്ക് പോകേണ്ട സഹാബി 14 വയസ്സുള്ള ഒരു സഹാബിയാക്കി അമലായിട്ടിക്കറ് നാ നിങ്ങളുടെ ഫസ്റ്റ് ചൊന്നെ. ഞങ്ങൾക്ക് 30, 25, 30, 40, 50 വയസ്സായ ആൾമാർ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഞങ്ങൾ ഈ ദീനിക്ക് വേണ്ടിയിട്ട് എന്തിനാക്കിയ.
14 വയസ്സായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു നാല അല്ലാഹുറെ മുന്നൽ നന്റെ ദീനിക്ക് വേണ്ടിയിട്ട് നീ എന്തൊരാക്കിരാൻ അള്ളാഹു കേൾക്കുമ്പോ കൊടുക്കുന്ന ഉത്തരവിക്കും എന്തിന് അള്ളാഹു നിന്റെ ദീനിക്ക് വേണ്ടിയിട്ട് ആ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ആ നിന്റെ റസൂലിനെ സംരക്ഷിക്കുക വേണ്ടിയിട്ട് നന്റെ 14 വയസ്സിൽ ബദർ യുദ്ധത്തിന് നാണ് പോയിര അള്ളാഹുടെ റസൂൽ നന്റെ വിളിച്ചു കൊണ്ടുപോകാനായിട്ട് പേടിച്ചിട്ട് ഒഞ്ചി വെച്ചിട്ട് നാണ് ആ ബദർ യുദ്ധത്തിന് പോയിട്ട് യുദ്ധാക്കിരായിട്ട് സഹാബി ചൊല്ലുമ്പോ 50-60 വയസ്സായിട്ട് മരിച്ചുപോയ നഗ അള്ളാഹുരട്ട ഞങ്ങൾ എന്തിനെ ചൊല്ലുക ഞങ്ങളുടെ എന്തിനെ ഉണ്ട് ചൊല്ലും അതൊരു ക്വസ്റ്റ്യൻ ആയിട്ടിരിക്കും ഞങ്ങൾ എപ്പോൾ ഞങ്ങളെ മനസ്സുരൊട്ടിക ആ ഒരു ക്വസ്റ്റ്യൻ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കും ഇബ്ലീസ് ആ ചിന്തയിൽ നിന്നിട്ട് ആ മനസ്സിൽ നിന്നിട്ട് ഞങ്ങളെ ദൂരാക്കുക കഠിനമായിട്ട് പരിശ്രമിക്കുക ദുനിയാവരെ ചിന്തന ഞങ്ങളെ മനസ്സ് കിട്ടു തന്നിട്ട് ഞങ്ങളെ കുടുംബവും ഞങ്ങളെ കച്ചവടവും ഞങ്ങളെ ജോബും ഞങ്ങളെ ഡ്യൂട്ടിയും ഇത് ഞങ്ങളെ മനസ്സ് കിട്ട് തന്നിട്ട് ഈ ചിന്തന ഞങ്ങളെ മനസ്സിൽ നിന്നിട്ട് ഇബ്ലീസ് ദൂരാക്കുക ശൈത്താൻ ദൂരാക്കുക പരിശ്രമിക്കുക ഞങ്ങൾ വിട്ടുകൊടുക്കുക എപ്പം ഞങ്ങളെ മനസ്സിൽ ഞങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കണം അള്ളാഹുരെ ദീനിക്ക് ഞാൻ എന്തിനാക്കിയ നന്റെ അമലರ അവസ്ഥ എന്തിന് ಇಂದು ನಾನು ಮರಿಚೆಂಗ ಅಲ್ಲಾಹುರ ಮುನ್ನೋಲ್ ಕಾಟಗು ನಂಡೆ ತೆಂದರೆ ಉಂಟು ഇനി ನಾನು ആക്കിയ അമലರ അവസ്ഥ എന്തിന് ആക്കിയ അമൽ അള്ളാഹു സ്വീകരിച്ചിട്ടിക്കുക അതിൽ എത്ര അമൽ അള്ളാഹു തിരസ്കരിച്ചിട്ടിക്കുക ആ അമലിൽ എത്ര അതിൽ റുക്കുനും ഷർത്തും ഫർളും പാലിച്ചിട്ട് എത്ര അമൽ ഞാൻ നിസ്കരിച്ചു അല്ലെ ഇപ്പൊ ഞങ്ങൾ ഇഷാ നിസ്കരിച്ചു വന്ന് ആ ഇഷാ നിസ്കാരത്തിൽ 4 റക്അത്ത് നിസ്കാര 15 മിനിറ്റ് നിസ്കരിച്ചപ്പ അതിൽ എത്ര മിനിറ്റ് ഞങ്ങൾ റബ്ബുരെ മുന്നോൽ കണ്ട് നിസ്കരിച്ചതാ അല്ലെ നിസ്കാര ചൊന്നിങ്ങനെ മുനാജാത്തും ബൈന യദൈ അല്ലാഹുറെ മുന്നോളുള്ളേ ഞങ്ങളെ മുനാജാത്തായിട്ടിരിക്കുന്നത് ആ അല്ലാഹുറെ മുന്നോളു കണ്ടിട്ട് ആ മുനാജാത്ത് ചൊല്ലുന്ന രൂപത്തിൽ ഞങ്ങൾ എത്ര ആൾമാർ നിസ്കരിച്ചത് അതിലൊരു 2-3 അല്ലെങ്കിൽ മാക്സിമം 5 മിനിറ്റ് ഞങ്ങൾ ആ ഒരു ചിന്തലിക്കും ബാക്കി 10 മിനിറ്റ് ദുനിയാവരെ എന്തെല്ലാം ചിന്ത ഞങ്ങളെ മനസ്സിൽ കടന്നു വന്നത് അപ്പൊ സഹോദരന്മാരെ ആ രൂപത്തിൽ അമലു സ്വാലിഹാത്ത് ആക്കിരെ ചൊല്ലത് അല്ലെങ്കിൽ അമലു സ്വാലിഹാത്ത് ആക്കിര ആൾമാരെ കൂട്ടത്തിൽ ഉൾപ്പെടുകയെ ചൊല്ലത് അതൊരു പ്രധാനപ്പെട്ട വിഷയത്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഒരു സഹാബി ഉണ്ട് നജിദിൽ നിന്നിട്ട് വന്നിരിക്കത്ത ഒരു സഹാബി പ്രായറാബിയായ മനുഷ്യ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കേൾക്കുന്ന നബിയെ നക്ക് സ്വർഗത്തേക്ക് പോകണം ഞാൻ എന്തിനാക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്തു 5 സ്വലവാത്തിൻ ഫിൽ യൗമി വൽ ലൈല ജാവും പോളുമായിട്ട് 5 വക്ത് ഫർള് നിസ്കാരം നിസ്കരിക്കുന്നു ചൊന്തു അയാൾക്കടുത്ത് വേറെന്തെങ്കിലും ഉണ്ടാ ഹൽ അലയ്യ ഗൈറുഹ അതല്ലാണ്ട് വേറെന്തെങ്കിലും ഉണ്ടാ അയാൾ ചൊന്തു വേറെന്തില്ല ಅದರೊಟ್ಟಿಗೆ ಕೊರೆ ಸುನ್ನತಾಯ ನಿಸ್ಕಾರ ಉಂಟು ಅದು ಚೊಂತು ಜಂಡಾಮತ್ ಚೊಂತು ವಸಿಯಾಮು ರಮದಾನ್ ನಬಿ ಚೊಂತು ರಮದಾನ್ ತಿಂಗಳಲ್ಲಿ ನೀ ನೋಂಬೆಡುಕೊಂಡು ಅದರೊಟ್ಟಿಗೆ ಅയാൾക്ക് എടുത്ത് അല്ലാഹു റസൂലെ വേറെ ಅದರೊಟ್ಟಿಗೆ എന്തെങ്കിലും ഉണ്ടാ അയാൾ ചൊന്തു ഇല്ല അൻ തതവ്വഅ ഇല്ല അത് ഫർളായിട്ട് അത് മയ്യാവും പിന്നെ സുന്നത്തായി കുറെ നോമ്പുണ്ട് അത് നോക്കി കഴിച്ചു മൂന്നാമത് എടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു സകാത്തിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു അപ്പം അയാൾക്ക് എടുത്ത് സക്കാത്ത് ഓക്കെ പിന്നെ അതിലൊട്ടിಗೆ എന്തെങ്കിലും ഉണ്ടാ അവിടെ നബി തങ്ങൾ ചൊന്തു സുന്നത്തായ സദഖ എല്ലാം ഉണ്ട് അത് നീ ശ്രദ്ധിച്ചെങ്കിൽ അങ്ങനെ അയാൾ അത് കേട്ടിട്ട് റിട്ടേൺ പോയോണ്ടുണ്ട് അപ്പൊ അയാൾ ചൊന്തു ലാ അസീദു അലാ ഹാദാ വലാ അൻഖുസ് ഇപ്പൊ ഞാൻ നബിരൊട്ടിಗೆ കേട്ട ഈ സുന്നത്തും ഫർളുമായ 6 വിഷയമുണ്ട് ഇതിനായിട്ട് ഞാൻ യാറവും ആക്കില്ല ഞാൻ കൊറോടിയും ആക്കില്ല ഇത്ര മാത്രം ഞാൻ ആക്കില്ല ചൊന്ത അയാൾ പോയോണ്ട് അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു അഫ്ലഹ ഇൻ സദ്ദഖ അയാൾ ചൊന്നത് നേരിട്ടായെങ്കിൽ അയാൾ വിജയിച്ചിട്ടുണ്ട് അപ്പൊ ഈ ചൊന്ന ഹദീസ് എല്ലാം അല്ലെങ്കിൽ ഇപ്പൊ ഈ പഠിച്ച് മനസ്സിലാക്കിയ ഹദീസും അല്ലെങ്കിൽ ഈ ഒരു സംഭവം ചൊന്ന ഖുർആന്റെ ആയത്ത് ചൊന്ന ഒരു ഹദീസ് ചൊന്ന ഇതിൽ നിന്നിട്ടുള്ള മനസ്സിലാവുന്നതിനെ അമലു സ്വാലിഹാത്താക്കിട്ട് അള്ളാഹുരെ മുഖറബീങ്ങളായ അള്ളാഹുരെ മുട്ട ഉള്ള ആൾമാർ ആവാണ്ട് നമുക്ക് ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുക സാധ്യമില്ല അള്ളാഹു തൗഫീഖ് തരട്ടെ അപ്പൊ നോക്കൊരു ഈ അമലു സ്വാലിഹാത്ത് ആക്കൂ എപ്പം ഒരു മുഅ്മിനായ മനുഷ്യ അമലു സ്വാലിഹാത്ത് ആക്കിയിട്ടേക്കും അയെങ്കില ചില ടൈമും അള്ളാഹു നമുക്ക് പ്രത്യേകമായിട്ട് നിശ്ചയിച്ചു തന്നെ റമദാൻ തിങ്കൾ പോലെ ലൈലത്തുൽ ഖദർ പോലെ റമദാൻ തിങ്കളുടെ ലാസ്റ്റ് 10 പോലെ വെള്ളിയാഴ്ച പോലെ ചില ടൈമും ചില ജാഗ അള്ളാഹു പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നെ ആ ടൈമിലും അല്ലെങ്കിൽ ആ ജാഗയിൽ ഞങ്ങൾ അമലാക്കിയിട്ടെങ്കിൽ അതുക്കുള്ള കൂലിര അള്ളാഹു നമുക്ക് യാറാക്കി തന്നെ ഒന്നാക്കിയെങ്കിൽ അതിന് ഡബിൾ അല്ലെങ്കിൽ അതിനായിട്ട് യാറ അല്ലെ മക്കത്ത് നിസ്കരിച്ചെങ്കിൽ പോലെ മദീനത്തെ പള്ളിയിൽ നിസ്കരിച്ചെങ്കിൽ കൂലി ഉള്ളതുപോലെ റമദാൻ തിങ്കളിലെ ഇബാദത്താക്കിയെങ്കിലുള്ള കൂലി പോലെ ലൈലത്തുൽ ഖദർ നിസ്കരിച്ചെങ്കിലുള്ള കൂലി പോലെ ചില പ്രത്യേകമായ ടൈമും ജാഗയും അള്ളാഹു നിശ്ചയിച്ചതാണ് അവിടെ ഞങ്ങൾ അമലാക്കിയിട്ടെങ്കിൽ ഈ രൂപത്തിൽ അള്ളാഹു അതിനെ യാറാക്കി തന്നെ
അങ്ങനെ ഉള്ള ഒരു പ്രത്യേകമായ ഒരു തിങ്കളായിട്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങളെ മുന്നിൽ പറകുള്ളത് പരിശുദ്ധമാക്കപ്പെട്ട ഹിജറ കലണ്ടറിലെ ലാസ്റ്റ് തിങ്കൾ ദുൽഹിജ്ജ തിങ്കൾ. ആ ദുൽഹിജ്ജ തിങ്കളുടെ ഫസ്റ്റത്തെ 10 നാൾ യാറത്തെ ആൾമാറും അശ്രദ്ധമായിട്ട് കാണ്ടെങ്കത്തെ ഒരു ജാഗ്രതയും ആക്കാത്തെങ്കത്തെ ഒരു പ്രത്യേകതയും കൊടുക്കാത്തെങ്കത്തെ ഫസ്റ്റ് 10 നാൾ. ആ 10 നാളിലെ പോള് ടൈം ചൊല്ലത് ഡേ ടൈം ചൊല്ലത് ഇസ്ലാം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രമാ പ്രാധാന്യത്തോടെ കണ്ടേ നാളായിട്ട് നമുക്ക് കാണുക. ഖുർആനില് 3 ജാഗല് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 10 നാളരെ വിഷയത്തിൽ പ്രതിപാദിക്കുന്നത് കാണുക. ഒരു ജാഗലല്ല, 3 ജാഗൽ. ഒന്ന് സൂറത്തുൽ ഫജ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ല. സൂറത്തുൽ ഫജ്റിൽ അല്ലാഹു വൽ ഫജ്ർ, ഫജ്ർ കൊണ്ട് സത്യമില്ല, ഫജ്റിന്റെ ആ ടൈം കൊണ്ടിട്ട് പ്രഭാതത്തെ ടൈം കൊണ്ടിട്ട് അല്ലാഹു സത്യമില്ല. രണ്ടാമത്തെ അല്ലാഹു ചൊല്ലത് വലയാലിൻ അശ്ർ, 10 ജാവ് അല്ലെങ്കിൽ 10 നാൾ അല്ലെങ്കിൽ 10 പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചൊല്ലത്. ആ വലയാലിൻ അശ്ർ ചൊല്ലിട്ടായെങ്കിൽ അത് അശ്റു ദുൽഹിജ്ജ, ദുൽഹിജ്ജത്തെ 10 നാളായിട്ട് ചൊല്ലിട്ട് പണ്ഡിതന്മാരെ ചൊല്ലാറ്. അപ്പൊ ഇത് ഒന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ചൊല്ലുന്നത്. കൂടെ ഞങ്ങൾ മനസ്സിലാക്കുള്ളത് ഞങ്ങൾ ഇതൊക്കെ മുന്നോട്ടുള്ള പഠിച്ച് മനസ്സിലാക്കിയ ഒരു പാട്ടായിട്ടിരിക്കുന്നത് അള്ളാഹു ഏതെങ്കിലും ഒരു വസ്തു അവന്റെ സൃഷ്ടിരെ കൊണ്ടിട്ട് അള്ളാഹു സത്യമായിട്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്തേ ഒന്നും ഇനി അള്ളാഹു ചൊല്ലു പോണ്ട വിഷയത്തിന് പ്രാധാന്യം ഉണ്ടിട്ട് ഒന്നാമത്തെ അർത്ഥം. രണ്ടാമത്തത് അള്ളാഹു എന്തൊരു കൊണ്ട് സത്യമായിട്ടാണ് അതിരെ പ്രാധാന്യത്തെ അതുകൊണ്ടാക്കുക. വല്ല അസുർ ചൊന്ന പോലെ വല്ല അസുർ കാലത്ത് കൊണ്ട് അള്ളാഹു സത്യം അതിരർത്ഥ ടൈമുറ പ്രാധാന്യത്തെ നമുക്ക് ഗൊത്താക്കി തന്നെ നേറ്റി. അപ്പൊ ഇവിടെ വലയാലിൻ അശ്ർ 10 നാളരെ കൊണ്ട് അള്ളാഹു സത്യത്തുള്ളൂ. അതിനർത്ഥം എന്തേ ആ 10 നാൾ അത്രയും പ്രാധാന്യത്തെ ഉള്ള നാളുണ്ട് അള്ളാഹു നിങ്ങൾക്ക് എന്താക്കി തന്നെ ചൊല്ലേണ്ടതായിട്ട്. രണ്ടാമത്തത് അള്ളാഹു ഖുർആനിൽ ചൊല്ലത് സൂറത്തുൽ ഹജ്ജിലെ 28-ാമത്തെ ആയത്തിൽ ഈ 10 നാളർ അള്ളാഹു പ്രതിപാദിക്കറ. അള്ളാഹു ചൊല്ലത് വയദ്കുറുസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത്, വയദ്കുറുസ്മല്ലാഹ് അള്ളാഹുരെ ഇസ്മരെ നിങ്ങൾ ഓർത്തോണ്ടേയിക്കൊണ്ട് സ്മരിച്ചോണ്ടേയിക്കൊണ്ട് നിങ്ങൾ യാറെ ദിക്റാക്കിക്കൊണ്ടിരിക്കുന്നു. എവിടെ? ഫീ അയ്യാമിൻ മഅലൂമാത്ത്, മഅലൂമായ എങ്കത്തെ അറിയപ്പെട്ട എങ്കത്തെ നാള്. അതേത് മുഫസ്സിരിങ്ങൾ പഠിപ്പാട്ടാറ് ഈ 10 നാളായിട്ട്. അപ്പൊ ദിക്ർ എപ്പോ ആക്കണമായത് ആ എളുപ്പം ആക്കണായ ദിക്റിന്റെ പ്രത്യേകമായ കൊറിയ നാളുകൾ അള്ളാഹു പ്രത്യേകമായിട്ട് ചൊന്ന. അപ്പൊ അതിന്റെ പ്രാധാന്യത്തിന് ആ 10 നാളുകൾ പ്രാധാന്യത്തുണ്ട്. അത് സാധാരണ പ്രാധാന്യത്തൊന്നുമല്ല, വേറെ ഏതെങ്കിലും നാളിനെ പോലെയല്ല. അതൊക്കെ ഒരു പ്രത്യേകത ഉണ്ടുണ്ടായിട്ട് അള്ളാഹു നിങ്ങൾക്ക് പഠിപ്പാട്ടത്. ഇനി മൂന്നാമത് അള്ളാഹു ചൊന്നത് സൂറത്തുൽ അറാഫിലെ 142-ാമത്തെ ആയത്തിൽ അള്ളാഹു ചൊല്ല മൂസാ നബി അലൈഹിസ്സലാമറെ വിഷയത്തിൽ ചൊന്ന സന്ദർഭത്തിൽ അള്ളാഹു ചൊല്ലത് വവാഅദ്നാ മൂസ 30 ലൈല. മൂസാ നബി അലൈഹിസ്സലാമറെ സ്റ്റോറി നിങ്ങൾക്ക് ഗൊത്തുണ്ടെതിരെ മൂസാ നബി അലൈഹിസ്സലാം തൗറാത്ത് കൊമ്പറകു പോയതായ ആ ഒരു സന്ദർഭം 34 അള്ളാഹു വാഗ്ദാനം കൊടുത്ത വഅത്മംനാ ഹബിയശ്രിൻ അതിരൊട്ടിಗೆ 10 കൂട്ടിക്കൊടുത്താ ചൊല്ലതായിട്ട് ആ 10 നാള് ഈ നാളായിട്ട് ചൊന്നിട്ടു നിങ്ങൾക്ക് മുഫസ്സിരിങ്ങ നിങ്ങൾക്ക് പഠിപ്പാട്ടി തണ്ടാറ്. അപ്പൊ ഉടനാണ് ചൊല്ലുക ഉദ്ദേശിച്ചത് സഹോദരന്മാരെ. ഖുർആനിൽ 3 ജാഗല് വ്യത്യസ്തമായ സന്ദർഭത്തിൽ വ്യത്യസ്തമായ രൂപത്തിൽ അള്ളാഹു ഈ 10 നാളിൽ പ്രതിപാദിക്കും. അപ്പൊ സാധാരണ നാളല്ല. ഞങ്ങളെ യഥാർത്ഥത്തിൽ ആൾമാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 10 നാളിന് ഒരു പ്രാധാന്യത്തെയും ചില ആൾമാർ കൽപ്പിക്കില്ല. സഹാബിമാരെ ജീവനെല്ലാം നോക്കി കാണാൻ ഈ 10 നാളിൽ അങ്ങ് മാർക്കറ്റിൽ ഈ വയദ്കുറുസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത് ചൊല്ല ആയത്തിനെ ബേസാക്കിയിട്ട് സഹാബിമാർ മാർക്കറ്റിൽ ജോറ് തക്ബീർ ചൊന്നുన్నారు. ഈ 10 നാള് അങ്ങൊരു പ്രത്യേകമായ നാള് പോലെ കണ്ടുവന്നാണ്. അലി റളിയല്ലാഹു അൻഹു പല്ലിരെ പുറത്തു വന്നോ ഇല്ലാത്ത ഈ 10 നാളിന്റെ ഡേ ടൈമിലുണ്ട് നിങ്ങൾക്ക് കാണാം. താബിഈങ്ങളെ കൂട്ടത്തിൽ അങ്ങനെ കച്ചവടത്തെ ജാവത്തെ ടൈം മഗ്രിബിൽ പിന്നത്തേക്ക് അങ്ങ് നീക്കി വെച്ചത് നിങ്ങൾക്ക് കാണാം. കാരണം പണ്ഡിതന്മാർ ചൊല്ലത് റമദാനിലെ ലാസ്റ്റിലെ 10 നാളുകൾ ആ 10 നാളിന് ജാവുകായിട്ടിക്ക് പ്രാധാന്യമില്ല. അല്ല, റമദാന്റെ ലാസ്റ്റ് 10 ജാവുക പ്രാധാന്യമില്ല. അതേ പ്രാധാന്യത്തെ ദുൽഹിജ്ജത്തെ ഫസ്റ്റ് 10 പോൾമണത്തുകൊള്ളേണ്ടായിട്ട് പണ്ഡിതന്മാർ പഠിപ്പാട്ടി തന്നെ. റമദാനിലെ ലാസ്റ്റ് 10 ജാവുകുള്ള പ്രാധാന്യത്തെ പോലമേ ദുൽഹിജ്ജത്തെ ഫസ്റ്റ് 10 നാളിലെ പോൾ ടൈം കൊണ്ടു അത്ര പ്രാധാന്യത്തെ കൊണ്ടു. എന്തുകൊണ്ടിട്ട് റമദാന്റെ ലാസ്റ്റ് 10 ഇബാദത്ത് എടുക്കുക പരിശ്രമിக்கிறതാക, ലാസ്റ്റ് 10 പള്ളിയിൽ പോയിട്ട് ഇഅ്തികാഫ് തേக்கிறതാക. ഈ ഒരു 10 നാള് ഒരു പ്രാധാന്യത്തെയും ഞങ്ങൾ കൊടുക്കാണ്ടിരിക്കുന്നത് കൊണ്ടിട്ടു
ഖുർആൻ ഓതുകൂ, ദിക്റാക്കുകൂ, നോമ്പെടുക്കുകൂ, തസ്ബീഹ് ചൊല്ലുകൂ, അതേപോലെ തന്നെ വലിയ നല്ല നല്ല ഇബാദത്താക്കുകൂ. എന്തുകൊണ്ടിട്ട് ഞങ്ങൾ പരിശ്രമിക്കില്ല? ഞങ്ങൾ പരിശ്രമിക്കണേറ്റിക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ 2 ഹദീസിൽ ഞങ്ങൾക്ക് പഠിപ്പാട്ട്. ഒരു ഹദീസിൽ ചൊന്നത് അള്ളാഹുര മുട്ട ഏറ്റവും ശ്രേഷ്ഠമായ 10 നാൾ ഈ 10 നാളായിട്ടിക്കും. പിന്നെ ഒരു ഹദീസിൽ ചൊല്ലത് ദുനിയാവിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായത് ഈ 10 നാളായിട്ടിക്കും. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു അഫ്ദലുൽ അയ്യാമി ഇൻദല്ലാഹി അയ്യാമുൽ അശ്ർ. അല്ലെ, അള്ളാഹുര മുട്ട ഏറ്റവും ശ്രേഷ്ഠമായ നാൾ അയ്യാമുൽ അശ്ർ ഈ 10 നാളായിട്ടിക്കും. ദുൽഹിജ്ജത്തെ ഫസ്റ്റ് 10 നാൾ. വലാ മസീല ലഹുന്ന, അതിക്ക് പകരമായിട്ട് വേറെ ഒന്നുമില്ല. ഈ 10 നാളിൽ ഒരാളൊരു അമലാക്കർ ഒരു സൽക്കർമാക്കരുണ്ടായെങ്കിൽ അതിക്ക് സമാനമായിട്ട് വേറെ ഒരു നാളറിയും നിങ്ങൾക്ക് മുന്നോട്ട് വെക്കോ സാധ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു. പിന്നെ ഒരു ഹദീസിൽ ചൊന്നത് വഇന്ന അഫ്ദല അയ്യാമി ദുനിയ അയ്യാമുൽ അശ്ർ. ദുനിയാവിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായത് അയ്യാമുൽ അശ്ർ ആയിട്ട് ഈ 10 നാളായിട്ട്. അപ്പൊ അതിക്ക് പ്രാധാന്യത്തെ ഉണ്ടു. ആ പ്രാധാന്യത്തെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടിക്കൊള്ളും. ഈ 10 നാൾ ശ്രേഷ്ഠത്തെ ചൊന്ന എന്തിനേക്കുള്ളത്? ഈ ശ്രേഷ്ഠത്തെ നല്ല ശ്രേഷ്ഠത്തെ ഉള്ള നാളുണ്ട് ചൊല്ലുക അല്ല. അതായിട്ട് നെക്സ്റ്റ് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലത് മാമിൻ അയ്യാമിൻ അഅ്ലമു ഇൻദല്ലാഹ്, ഇതിനായിട്ട് ശ്രേഷ്ഠമായ വേറെ നാളില്ല. വലാ അഹബ്ബ ഇലൈഹിൽ അമലു ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശറ. ഈ 10 നാളിൽ ഒരാൾ ആക്കിற ഇബാദത്തിനെ കാട്ടി അല്ലാഹുവിന് ഇഷ്ടമുള്ള വേറെ അമലില്ല. ഈ 10 നാളിൽ ആക്കിற ഇബാദത്തിനെ കാട്ടി അല്ലാഹുവിന് ഇഷ്ടമുള്ള വേറെ ഇബാദത്തില്ല. അപ്പൊ ലൈലത്തുൽ ഖദ്ർ റമദാന്റെ ലാസ്റ്റ് 10 പണ്ഡിതന്മാർ ചൊല്ലുന്നു, റമദാന്റെ ലാസ്റ്റ് 10 ആക്കിற ഇബാദത്തിന് ആ ചൊന്ന എല്ലാ കൂലിയും ഉണ്ട്. ഒരാൾ ലൈലത്തുൽ ഖദ്റിന്റെ ഇബാദത്താക്കിയെങ്കിൽ 1000 തിങ്കളെ ഇബാദത്താക്കിയ കൂലി അയാൾ കൊണ്ടു. മാത്രം അള്ളാഹുക്ക് അതിരാട്ടി ഇഷ്ടമുള്ളത് ഏത്? ഈ 10 നാളാക്കിയ ഇബാദത്തുകൾ. സുബ്ഹാനല്ലാഹ്. റമദാന്റെ ലാസ്റ്റ് 10 ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ച ഞങ്ങ എന്തുകൊണ്ടിട്ട് സഹോദരന്മാരെ അതിരാട്ടി ആറെ ഇഷ്ടപ്പെടുന്ന ഈ 10 നാൾ നിങ്ങൾ പരിശ്രമിക്കാത്ത അല്ലെ? ലൈലത്തുൽ ഖദ്ർ ഒരാൾ ഇബാദത്തെടുത്തെങ്കിൽ 1000 തിങ്കളെ ഇബാദത്തെടുത്ത കൂലി അയാൾ കൊണ്ടു. ഈ 10 നാള് അതിരാട്ടി ശ്രേഷ്ഠമായ കൂലി അയാൾക്ക് കിട്ടും. ശ്രേഷ്ഠമായ 4 ലൈലത്തുൽ ഖദ്ർ. കാരണം ലൈലത്തുൽ ഖദ്ർ പിന്നെ ഖുർആൻ ഇറങ്ങിയെങ്കത്തെ നാളായിട്ടിക്ക് അയങ്ങളാ ഈ നാളുക്ക് അതിരാട്ടിയാറ കൂലി അല്ലെങ്കിൽ അതിരാട്ടിയാറ ശ്രേഷ്ഠത്തെ പരിശുദ്ധമാക്കപ്പെട്ട് ഇസ്ലാം കൽപ്പിച്ചു. അപ്പൊ സ്വഹാബിമാർ കേട്ടാർ, സ്വഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടാർ, യാ റസൂലല്ലാഹ് വലൽ ജിഹാദ ഫീ സബീലില്ലാഹ്. കാരണം സ്വഹാബിമാർ അണ്ട് മനസ്സിലാക്കിയതിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായ അമൽ എന്തിന്? ജിഹാദായിട്ട് അള്ളാഹുയുടെ മാർഗത്തിൽ ജിഹാദാക്കൃതായിട്ട്. അപ്പൊ ഒരു അമലും ഇല്ല ചെന്നപ്പ സ്വഹാബിമാർ കേട്ടാർ അള്ളാഹുയുടെ റസൂൽ അപ്പൊ ജിഹാദ ഒരാൾ ജിഹാദാക്കരു അതിനെ കാട്ടി ശ്രേഷ്ഠത്തെ ഈ 10 നാളാക്കിற ഇബാദത്ത നബി തങ്ങൾ ചൊല്ലുന്നു വലൽ ജിഹാദ ഫീ സബീലില്ലാഹ്. ജിഹാദും ഈ ശ്രേഷ്ഠതയില്ല. ജിഹാദിനായിട്ട് ശ്രേഷ്ഠത്തുണ്ട്. സഹോദരന്മാരെ ചിന്തിക്കുന്നു. നിങ്ങൾ ഈ ക്ലാസ്സിൽ ഫസ്റ്റ് ആണ് അള്ളാഹുയുടെ മാർഗത്തിൽ ജിഹാദാക്കിയ ഒരു സ്വഹാബിയെ ചരിത്രം ഞാൻ ചൊല്ലുന്നത്. അപ്പൊ ആ ജിഹാദിനെ കാട്ടി ശ്രേഷ്ഠത്തെ ഒരാൾ ജിഹാദിന് പോണ്ടതിനെ കാട്ടി ശ്രേഷ്ഠത്തെ ഉണ്ട് ഈ 10 നാൾ ഇബാദത്തെടുക്കുന്നുണ്ട് നബി തങ്ങൾ ചൊല്ലി. അയങ്ങളെ പിന്നെ നബി തങ്ങൾ ചൊന്തു ഇല്ല റജുലൻ, ഒരാളൊഴികെ. ഒരാൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്തിനാ? ഇതിനായിട്ട് ആറ് പ്രത്യേകത ഉണ്ട്. ആര്? അയാള് ഖറജ ബിമാലിഹി വബിനഫ്സിഹി. അയാള് യുദ്ധത്തിക്ക് പോയി, അയാളുടെ സമ്പത്തും ശരീരത്തും കൊണ്ട് അയാൾ യുദ്ധത്തിക്ക് പോയി. പിന്നെ അയാൾ റിട്ടേൺ വന്നിട്ടില്ല. അഥവാ അവിടെ ഷഹീദായി. അയാളുടെ സമ്പത്ത് കൊണ്ടും അയാളുടെ പിന്നെ സമ്പത്തും അയാളുടെ ശരീരവും അള്ളാഹുരുടെ മാർഗത്തിൽ അയാൾ ദാനാക്കി, അഥവാ അയാൾ ഷഹീദായി. അങ്ങനെ ഉള്ള ആളുകൾ ഇതിനായിട്ട് ശ്രേഷ്ഠത്തുണ്ട്. അപ്പൊ ഷഹീദ് ഈ 10 നാളിലെ ആക്ര ഇബാദത്തിനെ കാട്ടിയാറ ശ്രേഷ്ഠത്തെ ഷഹീദ് കൊണ്ടു. അതല്ലാത്ത ഒരു ഇബാദത്തും ഇല്ല. അതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് ഹദീസിൽ നിങ്ങൾക്ക് പഠിപ്പാട്ടി തരും. സഹോദരന്മാരെ നിങ്ങൾ ആലോചനയാക്കി നോക്കൂ. അനസ് ബിൻ മാലിക് റഹിമഹുല്ലാഹ് ചൊല്ലു കാന യുഖാലു ഫി അയ്യാമിൽ അശർ. ഈ 10 നാളിന്റെ വിഷയത്തിൽ സ്വഹാബിമാർ പലക്കത്തുക്ക് ചൊന്നുన్నారు. എന്തിനെ? ബികുല്ലി യൗമിൻ അൽഫ് യൗം. ഓരോ നാളും 1000 നാളുക്ക് സമാനായിട്ട് സ്വഹാബിമാർ ചൊന്നുన్నారు. അത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ചൊല്ലത് സ്വഹാബിമാർ അമൽ ഈ 10 നാളിൽ അങ്ങ് അമലാക്കുന്നതിനെ കണ്ടിട്ട് അനസ് റളിയല്ലാഹു അൻഹു ചൊന്ന പോലെ കേട്ടിട്ട് ഒരു നാള്
1000 നാളുകൾ സമാനായിട്ട് അതുപോലെ അങ്ങ് അമലാക്കി വന്നാറുണ്ട്. ലൈലത്തുൽ ഖദ്ർ ചൊന്ന 1000 തിങ്കളായിട്ട് കൂടെ 1000 നാൾ. പിന്നെ വയൗമു അറഫ, അറഫത്തെ നാളുടെ അങ്ങ് എങ്ങനെ കണ്ടുവന്നാറ് 10,000 10,000 നാളരെ പോലെ അങ്ങ് കണ്ടുവന്നാറുണ്ട്. അത്രയും പ്രാധാന്യത്തെ ഈ 10 നാളുകൾ അങ്ങ് കൽപ്പിച്ചു വന്നാറ്. അപ്പൊ ചെറിയ വിഷയമല്ല, ഗൗരവത്തിൽ നിങ്ങൾ ചിന്തിക്കണായേ, ഗൗരവത്തിൽ നിങ്ങൾ മനസ്സിലാക്കണായ എങ്കിൽ യാനി ഫിൽ ഫദൽ അതിന്റെ പ്രത്യേകതയിൽ അങ്ങ് എന്താക്കി വന്നാറ് അങ്ങ് കണ്ടുവന്നാറ്. ഇമാം ഔസാഇ റഹിമഹുല്ലാ ചൊല്ലത്, അയാൾ അത് ഉദ്ധരിക്കുമ്പോഴത്തേക്ക് ചൊല്ലതായിട്ട് അയാൾ ചൊന്തു, നന്നട്ട ചില ആൾമാർ ചൊന്നാർ അല്ലെങ്കിൽ സ്വഹാബിമാരിൽ നിന്ന് കിട്ടിയ വിഷയം എന്തേ അന്നൽ അമല ഫിൽ യൗമി മിൻ അയ്യാമിൽ അശർ, 10 നാൾ, ഈ 10 നാൾ ഇബാദത്താക്കരുത് ഏതുപോലെ ആയിട്ടിക്കര് കഖദ്രി ഗസ്വത്തിൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധാക്കരുത് സമാനം. ഏതുപോലെ യുസാമു നഹാറുഹ, എങ്ങനെ യുദ്ധാക്കര് അതിന് ഡേ ടൈമിൽ ഫുള്ള് നോമ്പെടുത്തിട്ട് യുദ്ധാക്കര മാത്രമല്ല ഡേ ടൈം ഫുള്ള് നോമ്പെടുക്കര്. വയുഹ്റസു ലൈലുഹ, ആ യുദ്ധാക്കിയ ജാവരണ്ട് ആ മുസ്ലിം സൈന്യത്തിന് ഒരാൾ കാവൽ നിൽക്കരുത്. ഡേ ടൈമിൽ യുദ്ധാക്കര്, നോമ്പുണ്ട് അതിനൊട്ടിക്ക് യുദ്ധാക്കര്, ജാവു അയാൾ റെസ്റ്റ് എടുക്കില്ല, പിന്നെ എന്താക്കര് ആ മുസ്ലിം സൈന്യത്തിന് അയാള് പ്രൊട്ടക്ഷൻ നിണ്ടോയിക്കരുത്. ഇല്ല ബിഷഹാദ, അതുപോലെ ഈ യുദ്ധ ആക്രമണ പോലെ ആയിട്ടിക്കരുത്. മാത്ര ഷഹീദുകൾ അതിലായിട്ട് യാറക്കൂലുണ്ട്, ഷഹീദുകൾ ധാരാളം കൂലുണ്ട്. അപ്പൊ വലിയ ഗൗരവത്തിൽ സഹോദരന്മാരെ ഈ നാളുകൾ ഞങ്ങൾ കാണും. അപ്പൊ ഞങ്ങളുടെ മനസ്സിൽ ഇബ്ലീസ് തന്നെ ഒരു ചിന്തനുണ്ടെന്തേ ഇന്ന് ഇബാദത്താക്കി മയ്യാവും, അതല്ലെങ്കിൽ റമദാനിൽ ഇത്രല്ല ഞങ്ങൾക്കില്ലല്ലേ സാധാരണ ചിന്തിക്കുന്നത് എട്ടിക്കുന്നത് ഞങ്ങൾ ആക്കറ ഇബാദത്ത് നിസ്കരിക്കുക, പള്ളിക പോണ്ട, അതല്ലെങ്കിൽ നാളെ കൊണ്ട് അവരെ സ്വതക്ക ഞങ്ങൾ കൊടുക്കുക, സുബ്ഹാനല്ലാഹ് ചൊല്ല, അൽഹംദുലില്ലാഹ് ചൊല്ല, അല്ലാഹു അക്ബർ ചൊല്ല. അപ്പൊ ഞങ്ങൾ ആക്കറ, ഞങ്ങൾ വേണ്ടിയതല്ല ഞങ്ങൾ ആക്കറ, ഞങ്ങൾ ഭാരി ഉഷാർ ഞങ്ങളുടെ മനസ്സിൽ ഇബ്ലീസ് ഇട്ട് തന്നെക്കത്തെ ഏറ്റവും വലിയ അപകടം ഉള്ളെങ്കത്തെ ഒരു ദിശയിട്ടിക്കുന്നത് ഞങ്ങൾ ഉഷാറിട്ട് ഞങ്ങളുടെ മനസ്സിಗೆ ഞങ്ങൾ തോന്നിപ്പിക്കുന്നത്. അവിടെ ഞങ്ങൾ മനസ്സിലാക്കണം മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സംഭവം. നമുക്കൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവ് കൊണ്ടിട്ടു സ്വർഗം ഉണ്ടു സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഒരു സഹാബി നബി തങ്ങൾ ചൊല്ലുടെ നിനക്ക് സ്വർഗം ഉണ്ടു 10 ആൾമാരെ പേര് ചൊന്നു. ആ സഹാബി അയാളുടെ ജീവൻ എങ്ങനെ കൊണ്ടു നക്ക് സ്വർഗം ഉണ്ടു ഗ്യാരണ്ടി. അത് പിന്നെ നബിതങ്ങ ചൊന്ന പലക്കെന്തരല്ല, നബിതങ്ങ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും കൊണ്ടില്ല, കൃത്യമായ ഒരു വഹിയുടെ അടിസ്ഥാനത്തിലുള്ളാണ്ട് നബിതങ്ങ മുണ്ടില്ല. ആ നബിതങ്ങ ചൊല്ലുടെ സ്വർഗം ഉണ്ടു. പിന്നെ എങ്ങനെ ജീവിക്കണം എന്ന് അയാൾ മാത്രം അയാളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട 3 സന്ദർഭമുണ്ട്. ഒന്ന് സ്വഹാബിരങ്ങ മദീനത്ത് വന്നെങ്കത്തെ സ്വഹാബിമാർ, മക്കത്തെ മദീനത്തുക്ക് വന്നെങ്കത്തെ സ്വഹാബിമാരും അതേപോലെ മദീനത്ത് ഇസ്ലാം സ്വീകരിച്ച സ്വഹാബിമാരെയും ജൂതന്മാർ ഉപദ്രവിക്കാർ. ഒരു ജൂതനായ മനുഷ്യരെ ഒരു കിണയും, ആ കിണത്തെ സ്വഹാബിമാർ തണ്ണി എടുക്കുമ്പോഴത്തേക്കും ആ കിണത്തുക്ക് തണ്ണി എടുക്കുക പൈസ നിശ്ചയിക്കപ്പെട്ടു. മുസ്ലിമീങ്ങൾക്ക് ബങ്ങൈത്ത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു, മൻ ഹഫറ ബിഉർ റൂമ ഫലഹുൽ ജന്ന, മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയിട്ട് റോമ കിണർ 6 എടുത്തു കൊടുക്കുറാറാ അവൾക്ക് സ്വർഗം ഉണ്ട്. ഓൾറെഡി നബി തങ്ങൾ സ്വർഗം ഉണ്ട് ചൊന്നു. ആ സ്വഹാബി എന്താക്കരു 35,000 ദിർഹം കൊടുത്തിട്ടു ആ കിണ എടുക്കറ് മുസ്ലിമീങ്ങൾക്ക് വഖഫാക്കർ, മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയിട്ട് ആ കിണത്ത് കൊടുക്കും. നോക്കൂ നിങ്ങൾ, നബി തങ്ങൾ സ്വർഗം ഉണ്ട്. ഞങ്ങളെ പോലെ 5 വക്ത് നിസ്കരിച്ചിട്ട് മാത്രമല്ല, ഞങ്ങൾ നിസ്കരിച്ച 5 വക്ത് അള്ളാഹു സ്വീകരിച്ചിട്ട് ഞങ്ങൾക്കേ ഗ്യാരണ്ടി ഇല്ല അല്ലേ. നബി തങ്ങൾ സ്വർഗം ഉണ്ട് ചൊന്ന സ്വഹാബി അയാളിതാ പരിശ്രമിക്കും, അവിടെ തീർന്നിട്ടില്ല. രണ്ടാമത് കൊറിയ കഴിഞ്ഞപ്പ മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കുക ജാഗില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, മദീനത്തെ പള്ളിയിൽ മദീനത്തെ പള്ളിയുടെ ഇടത്തെ സൈഡിൽ കൊറിയ ജാഗ ഉണ്ട്. ആ ജാഗര ഈ പള്ളിക്ക് ആഡ് ആക്കിയിട്ടെങ്കിൽ ഇനിയും ആൾമാർക്ക് നിസ്കരിക്കുക, അത് എടുത്തു തറുക, അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പള്ളിക്ക് വേണ്ടിയിട്ട് ജാഗര എടുത്തു തറുക ആറ് റെഡിയുള്ളവർ അവർക്ക് സ്വർഗം ഉണ്ട്. 25,000 ദിർഹം കൊടുത്തിട്ടു മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കും. അല്ലെങ്കിൽ ആ ജാഗര മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയിട്ട് വഖഫാക്കും. അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ അയാൾക്ക് ഗ്യാരണ്ടി ആക്കുക. അല്ലെങ്കിൽ അവിടെയും നോക്കൂ, നാണ് ഒർക്ക നബി തങ്ങ സ്വർഗം ഉണ്ട് ചൊന്നൊരു വേറൊരു റൂമയും നാണ് മുസ്ലിമീങ്ങൾ കൊടുത്ത ഞങ്ങൾ വിചാരിக்கிறேன் അങ്ങനെ വിചാരിക്കും അല്ലേ, ഞാൻ അവിടെ ഇത്ര കൊടുത്തിര, ഞാൻ അങ്ങനെ ആക്കിര,
അല്ലെങ്കിൽ ನಾನು ಮುಪ್ಪಾಟೆಲ್ಲ ಓದಿರೆ ಇಂಡೋರ್ 10 ಪೇಜ್ ನಾ ಕುರಾನ್ ಓದಿರೆ ಡೈಲಿ ನಾನು ಹಾಕಿದ್ರೆ ಈ 10 ಸ್ಪೆಷಲಿ ಹಾಕೊಂಡುಂಟೆಂದು ಇಲ್ಲಲ್ಲಿ ನಾನು ಎಪ್ಪೂ ಓದ್ರೆ ഒരു ಜುಸು ഖുർആൻ ഈ 10 സ്പെഷ്യലി ഒരു 100 പേജ് 10 പേജ് 20 പേജ് ಹಾಕೊಂಡುಂಟೆಂದುಂಡು അങ്ങനെ ചിന്തിക്കರಂಗ ನಾನು സ്വർഗ ഉണ്ടു ചെന്നിട്ട് ബദല ജണ്ടുപെട്ട ആ സ്വർഗ നേടിയെടുക്കുള്ള പണിയെടുത്തിട്ട് അവിടെ തീർത്ത ഇല്ല എന്റെ ജീവിതത്തിൽ മൂന്നാമത്തെ സംഭവം തബൂക്ക് യുദ്ധത്തെ സന്ദർഭത്തില് മുസ്ലിമീങ്ങളെ സൈന്യ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങ ഭംഗ വന്നെങ്കിത്തെ ഒരു ടൈം ആയിട്ടിക്കും ആ ടൈമിൽ തബൂക്ക് യുദ്ധത്തിന് പോയെങ്കിത്തെ മുസ്ലിം സൈന്യം അറിയപ്പെടുന്നത് ജയ്ഷുൽ ഉസ്ര പ്രയാസഘട്ടത്തിലുള്ള സൈന്യമായിട്ട് അറിയപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു മൻ ജഹസ ജയ്ഷൽ ഉസ്ര ഫലഹുൽ ജന്ന. ജയ്ഷുൽ ഉസ്ര ഈ യുദ്ധത്തിന് പോകേണ്ടതായ ഈ പ്രയാസഘട്ടത്തിലുള്ള ഈ സൈന്യത്തെ ആര് തയ്യാറാക്കാനാണ് അവനക്ക് സ്വർഗമുണ്ട്. അവിടെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹു കണ്ടു ആ ജയ്ഷുൽ ഉസ്ര തയ്യാറാക്കുള്ളേ മെജോറിറ്റി യാരത്തെ പൈസയും ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊടുത്തിട്ടു അവിടെയും അയാൾ മുന്നോട്ട് കണ്ടു. അതുകൊണ്ട് നമുക്ക് ഹൈർ ആക്കുള്ളെങ്കത്തെ അമലു സ്വാലിഹാത്ത് ആക്കുള്ളെങ്കത്തെ എത്ര ചെറിയ അവസരത്തെയും സഹോദരന്മാരെ നിങ്ങൾ നഷ്ടപ്പെടുത്തുക. لا تحقرن من المعروف شيئا ولو أن تلقى أخاك بوجه طلق لا تحقرن من المعروف شيئا. നല്ലതിൽ ഒന്നും നിങ്ങൾ സിമ്പിൾ ആയിട്ട് കാണണ്ട. കഴിഞ്ഞ ക്ലാസ്സിൽ ഹറാമര ഒന്നും നിങ്ങൾ സിമ്പിൾ ആയിട്ട് കാണണ്ട നിങ്ങൾ പഠിച്ചു. അതേപോലെ നല്ലതിലും നീ എന്താക്കുക ഒന്നും ചെറിയതായിട്ട് കാണുക. വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ തൽഖിൻ. എത്രത്തോളം നിന്റെ ഒരു മുസ്ലിമായ സഹോദരനെ മോത്തുക നോക്കിയിട്ട് ചിരിക്കുന്നത് പോലും അതിനെ നീ ചെറിയതായിട്ട് കാണുക. അവിടെയും നിനക്ക് കൂലിയുണ്ട്. അപ്പൊ ഒരു ഹൈറാക്കുള്ളെങ്കത്തെ ഒരു അവസ്ഥയും സഹോദരന്മാരെ നിങ്ങൾ നഷ്ടപ്പെടുത്തുക. സാന്ദർഭികമായിട്ട് കേൾക്കരുത്. നിങ്ങൾ ഹജ്ജിലെ ടീങ്ങളിലായിട്ട് നിങ്ങൾ സൗദി അറേബ്യത്തേക്ക് വന്നിട്ട് എത്ര വർഷമായിട്ട് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ അവസ്ഥയിൽ നിന്നിട്ടും ഹജ്ജിക്ക് പോവാത്ത എത്ര ആൾമാർക്ക് ഞങ്ങളെ കൂട്ടത്തിൽ കൂടേണ്ടല്ല വെച്ചല്ലേ. ഞങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളുടെ റൂമിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ എത്ര ആൾമാരുള്ള അല്ലേ. എല്ലാ ഇതും ഇന്നിട്ട് അവസ്ഥ എല്ലാ സാഹചര്യത്തെ അള്ളാഹു ഞങ്ങളെ മുന്നിൽ തുറന്നു തന്നിട്ട് പോലും അത് പോണത് തയ്യാറാവാത്ത ആൾമാരുള്ള. അപ്പൊ ഈ 10 സഹോദരന്മാരെ ആ രൂപത്തിൽ ഞങ്ങൾ നഷ്ടപ്പെടുത്തുക തീരാ ചെന്നിട്ടു പ്രത്യേകമായിട്ട് നിങ്ങളെ നാം നെനപ്പാക്കിയില്ല. നോക്കൂ ഞങ്ങൾക്ക് അമലാക്കുക അള്ളാഹു തന്നെ ടൈം എത്ര ചിന്തിച്ചു നോക്കുക. മഹാനായ മൂസാ നബി നൂഹ് നബി അലൈഹിസ്സലാമിന്റെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ചൊല്ലുന്നത് ഫലബിത ഫീഹിം അൽഫ സന ഇല്ലാ 50 ആമ. 950 വർഷം അഥവാ 950 years എന്തിനാക്കി ജീവിച്ചതല്ല. ജീവിച്ചത് ചില 15 ജീവി 950 വർഷം അള്ളാഹുരെ ദീനരെ ദഅവത്താക്കിയിട്ട് മൂസാ നബി അലൈഹിസ്സലാം നൂഹ് നബി അലൈഹിസ്സലാം. അതിൽ പിന്നെ വന്ന ഓരോ നബിമാരെ ചരിത്രം എടുത്തു നോക്കൂ. സമാനമായ വയസ്സ് ബനു ഇസ്രായേലിലെ വയസ്സും ഏകദേശം 500-1000 അതിരിടയിൽ ഓരോ സമുദായത്തിലും അല്ലെ. ഈസാ നബി അലൈഹിസ്സലാം പണ്ട് കാലത്തോളം അങ്ങനെ വയസ്സ് യാറയും നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം എടുത്തൊരു 950 വർഷം അള്ളാഹുരെ ദീനരെ ദഅവത്താക്കിയിട്ട് ജീവിച്ചതല്ല. അപ്പൊ അങ്ങ് ആക്കിയ അമലും ഞങ്ങളെ അമലും തമ്മിൽ വെച്ച് നോക്കണം. ഞങ്ങൾക്ക് എത്ര നബി അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്നത് അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. നന്റെ ഉമ്മത്തിലെ ഏജ് വയസ്സ് ചൊല്ലത് 60-70 ಅದರ ഇടയിലായിട്ടിരിക്കുന്നു. നന്റെ ഉമ്മത്ത് ಅದರ അപ്പുറമായി പറയും. അപ്പൊ വ്യത്യാസം നോക്കൂ. ആ 950 950 ഈ 60-70 മുന്നോട്ട് വെച്ച് നോക്കി. അതുകൊണ്ടായിട്ട് പണ്ഡിതന്മാർ ചൊന്നത് ആ ഉമ്മത്തിന് ഇല്ലാത്തൊരു പ്രത്യേകത അള്ളാഹു ഈ ഉമ്മത്തിന് നിശ്ചയിച്ചരാൻ. എന്നിട്ട് ഈ ഉമ്മത്തിന് അങ്ങ് ചെറിയ ഒരു അമലാക്കിയെങ്കിൽ അതിന് ഇരട്ടി കൂലി കിട്ടുന്ന അവസ്ഥ അള്ളാഹു എന്താക്കിയ ഞങ്ങൾക്ക് നിശ്ചയം. അത് മുന്നോലത്തെ ഉമ്മത്തിൽ ഇല്ലാത്ത അങ്ങ് എന്തിനാക്കിയ അതിന് കൂലി ഞങ്ങൾക്ക് അള്ളാഹു കൊടുത്തു. ഈ ഉമ്മത്തിന് എന്തിന് അങ്ങ് ആക്കിയ അമലരാട്ടി യാറക്ക് കൂലി. സ്വബൈക്ക് ഒരു 100 സുബ്ഹാനല്ലാഹ് ചൊന്നെങ്കിൽ 100 സുബ്ഹാനല്ലാഹത്തെ കൂലി അള്ളാഹു കൊടുക്കുക. അതിന് ഒട്ടികെന്തിനുണ്ടു എല്ലാ തപ്പും പുറത്തു കൊടുക്കുക അല്ലേ. റമദാനിൽ ഇബാദത്താക്കിയെങ്കിൽ അതിനെ കൂലി ഇരട്ടാക്കി കൊടുക്കുക. ഇനി റമദാനിലും വേണ്ട, ദുൽഹിജ്ജ ഫസ്റ്റ് 10 വേണ്ട, അതെന്തും എടുക്കേണ്ടതില്ല. സാധാരണ ഒരു സന്ദർഭത്തിൽ ഒരാൾ ഒരു അമലാക്കിയെങ്കിൽ 10 കൂലി അവനക്ക് ഗ്യാരണ്ടി കിട്ടുന്നുണ്ടായിട്ട് ഹദീസ് നമുക്ക് പഠിപ്പാട്ട്. 10 കൂലി
ഒരു അമലാക്കി ഒരു കൂലിയല്ല 10 കൂലി. ഇലാ 70, അത് 70 ഇരട്ടിയാവും ചിലപ്പോൾ. അത് യാറാക്കില്ല അല്ലാഹു തആല. അതേ സന്ദർഭത്തിൽ ഒരാളൊരു തപ്പാക്കിയെങ്കിൽ ഒരേ ശിക്ഷ, 10 ശിക്ഷയില്ല, ഒരു ശിക്ഷയില്ല. ഒരാളൊരു നല്ലത് ആക്കുക ഹൈറ ആക്കുക തീരുമാനാക്കിയിട്ട് അയാൾക്ക് അത് ആക്കുക ആയില്ലെങ്കിലും അവിടെ ഒരു കൂലിയുണ്ട്. ഒരാളൊരു ഹറാമാക്കുക തീരുമാനിച്ചിട്ട് അയാൾക്ക് അത് ആക്കുക ആയില്ല, അല്ല ആക്കിയിട്ടില്ല, അയാൾക്ക് ശിക്ഷയില്ല. അത് അല്ലാഹു കൊണ്ട് മായ്ച്ചു. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥ മുന്നത്തെ സമുദായത്തിൽ ഇല്ലാത്ത അവസരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിക്ക് തന്നരാണ്ട് ചൊല്ലിട്ടിക്കറ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധ്യത. അതുകൊണ്ട് ആ നൽകിയ അല്ലാഹു തന്നെ അവസരമായിട്ടിക്കറ് ഈ ടൈമല്ല. ഈ ടൈമിൽ ഞങ്ങൾ യൂസ് ആക്കിയിട്ട് ഈ ടൈമിൽ പ്രത്യേകമായിട്ട് നിശ്ചയിക്കപ്പെട്ട ടൈമിലും യാറെ ഇബാദത്താക്കൂ ഞങ്ങൾ ശ്രമിക്കുന്നു. അവിടെ സഹോദരന്മാരെ അതുമായി ബന്ധപ്പെട്ട ഹദീസെല്ലാം ഞങ്ങൾ അവിടെ പഠിച്ച് മനസ്സിലാക്കുന്നേറ്റിക്കു. നോക്കൂ, നിങ്ങൾ ഈ 10 നാളുകൾ വേറെ ഒരു പ്രത്യേകത ഉണ്ട്. എന്തേ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബത്തിൽ ചെന്ന ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. അല്ലാഹു ആകാശഭൂമിയെ സൃഷ്ടിച്ച നാളിൽ തൊട്ടിട്ടു 12 തിങ്കളായിട്ടിക്കറുള്ളത്. ആ 12 തിങ്കളിൽ മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 തിങ്കൾ പവിത്രമാക്കപ്പെട്ട തിങ്ങളുണ്ട്. ആ പവിത്രമാക്കപ്പെട്ട ഒരു തിങ്കളായിട്ടിക്കറ് ഞങ്ങളെ മുന്നിൽ ഇനി പറവില്ല, ദുൽഹിജ്ജ തിങ്കൾ. ആ തിങ്കളിൽ എന്തേ ഞാനിപ്പോ ചൊന്ന അമലാക്കുക പ്രത്യേകത ഉണ്ട്, അമലാക്കിങ് കൂലി യാറ ഉണ്ട്, അള്ളാഹുക്ക് യാറ ഇഷ്ടമുള്ളത്, അതിനായിട്ട് ഇഷ്ടമുള്ള വേറെ ഒരു അമലും ഇല്ല. അതല്ല അതിന്റെ പ്രത്യേകത. ഇവിടെ രണ്ടാമത് ജാഗ്രത ആക്കണെന്തേ ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും. ഈ 10 നാളിൽ നിങ്ങൾ സ്വന്തത്തൊട്ടിക ദുൽമു ആക്കുക തീരാ. എന്തൊരു സ്വന്തത്തൊട്ടിക ദുൽമാക്കിച്ചെങ്കിൽ ഈ തിങ്കളില് ഒരാള് നല്ല ഇബാദത്താക്കിയെങ്കിൽ ഏതുപോലെ അയാൾക്ക് കൂലിയാറെ കിട്ടുക, അതേപോലെ ഈ തിങ്കളിൽ ഒരാൾ ഹറാമാക്കിയെങ്കിൽ അതിന്റെ ശിക്ഷയും അയാൾക്ക് എന്താവും, യാറായി. കാരണം ഒന്ന് അള്ളാഹു പവിത്രമാക്കിയ തിങ്കൾ, 2 അള്ളാഹു അമലാക്കുക സാഹചര്യം ഒരുക്കി തന്ന തിങ്കൾ. ആ തിങ്കളിൽ ഒരാൾ പ്രാധാന്യത്തെ കൊടുത്തില്ല. ആ തിങ്കളിൽ ഒരാൾ എല്ലാ സന്ദർഭത്തിലും തപ്പാക്കി ശിക്ഷ ഉണ്ട്, ഇല്ലാട്ടല്ല. ഈ തിങ്കളിലാക്കി എന്തുണ്ട്, ಅದಕ್ಕೆ ಯಾರ ಶಿಕ್ಷೆ ಉಂಟು, ಯಾರ ಗೌರವ ಉಂಟು. കാരണം അള്ളാഹു പവിത്രമാക്കിയ ഒരു തിങ്കൾ റേറ്റിക്രമണ്ടാക്കിയുള്ളേ ധിക്കരിച്ചുകൊണ്ട്. അപ്പൊ അതും ഞങ്ങൾ ഈ തിങ്കളിൽ ശ്രദ്ധിക്കണായി ഇങ്ങനത്തെ വിഷയം. ഇക്കരി തിങ്കൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കണായത് ഏതൊരു തിങ്കളും, ഒന്നാമത്തേത് ഏതൊരു തിങ്കളും അറബി തിങ്കൾ വന്നിട്ടായി ഞങ്ങൾക്ക് കൊണ്ടുണ്ട് അല്ലാഹുമ്മ അഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാൻ. ഞങ്ങൾ ഒരു ദുആ ചൊല്ലുന്നുണ്ട്. എന്തേ ഏതൊരു അറബി തിങ്ങൾക്ക് ഞങ്ങൾ ദുൽഹിജ്ജ തിങ്കൾ ഉണ്ടല്ല, ഏത് അറബി തിങ്കളിൽ ഞങ്ങൾ പ്രവേശിച്ചെങ്കിൽ ഞങ്ങൾ ചൊല്ലണായി ഇങ്ങനത്തെ ദിക്റായിട്ട്. ആ ദിക്ർ അല്ലെങ്കിൽ ആ ദുആ ഞങ്ങൾ ഇവിടെ ഒന്നാമതായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തേത് ഈ 10 നാളില് അത് പെരുന്നാളിന്റെ നാളല്ലാത്ത ബാക്കി എല്ലാ നാളിലും നോമ്പെടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്താക്കിയതായിട്ട്. അതിൽ പ്രത്യേകമായിട്ടും അറഫത്തെ നോമ്പ് ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞങ്ങൾ ഡിസ്കസ് ആക്കാം ഇൻഷാ അല്ലാഹ്. ഇനി മൂന്നാമത്തേത് ഈ തിങ്കളിൽ യാറെ ദിക്റാക്കരുത് പ്രത്യേക സുന്നത്തായിട്ട്. അതിരായത്ത് നാ ഫസ്റ്റ് ചൊന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്ന പരിശുദ്ധ ഖുർആനിലെ ആയത്ത് ഞങ്ങൾ ചൊന്ന. ഇനി ഈ തിങ്കളിൽ സഹോദരന്മാരെ തസ്ബീഹും തഹ്ലീലും തക്ബീറും യാറാക്കരുത്, തഹ്മീദും തക്ബീറും യാറാക്കരുത്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ചൊല്ലുന്ന ദിക്ർ യാറെ ചൊല്ലത് പ്രത്യേക സുന്നത്തായിട്ട് ഹദീസിൽ വന്നു. അതിലും പ്രത്യേകമായിട്ട് തക്ബീർ ഈ 10 നാളിലും 2 രൂപത്തിലുണ്ട് തക്ബീർ. ഈ 10 നാളില് എപ്പോഴും നിങ്ങൾക്ക് തക്ബീർ ചൊല്ലാം. അലി റളിയല്ലാഹു അൻഹു ചൊല്ലു, ഈ ദുൽഹിജ്ജ തിങ്കൾ പ്രവേശിച്ചിട്ടായെങ്കിൽ ഞങ്ങൾ മാർക്കറ്റിക്ക് പോയെങ്കിൽ തക്ബീറിന്റെ ധ്വനി യാറെ ജോറായിട്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓഫീസിൽ ഞങ്ങൾ ഔത്തു പള്ളിക്ക് പോകുമ്പോഴത്തേക്ക് ബറുമ്പത്തുള്ള തക്ബീർ ഞങ്ങളെ കൊണ്ട് ആ ഒരു രൂപത്തിൽ ബൊബിട്ടിട്ടുള്ള ചൊല്ലാം ആയെങ്കിൽ ആ ഒരു രൂപത്തിൽ ഞങ്ങൾക്ക് ജോറാക്കിയിട്ട് എന്ത് ചെയ്യാം, ഞങ്ങൾക്ക് ചൊല്ലാം അല്ലേ. അതേപോലെ ദുൽഹിജ്ജ ഒലിമ്പൽ പിന്നെ ദുൽഹിജ്ജ ഒലിമ്പറിന്റെ അറഫത്തെ 4 പിന്നെ പ്രത്യേകമായിട്ട് ഉള്ള തക്ബീർ അയ്യാമുത്ത് ശരീക്ക് തീർന്നോടത്തോളം അതും കൂടെ ഞങ്ങൾ ശ്രദ്ധിക്കാനായതായിട്ട്. ഏതായെങ്കിലും സഹോദരന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅക്സിറു ഫീഹിന്ന മിനത് തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദ്. അതേപോലെ ഈ 10 നാളിൽ ആഖിർ ദുആഉം യാറെ പ്രത്യേകത ഉണ്ടു ഞങ്ങൾക്ക് ഹദീസിൽ നിന്നിട്ട്
മനസ്സിലാവും. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹു നിങ്ങൾക്ക് തന്നതായ ഈ ഒരു അവസരത്തെ, ഈ ഒരു സാഹചര്യത്തെ ഞങ്ങൾ നഷ്ടപ്പെടുത്തുക തീരാം. മൂസാ നബി അലൈഹിസ്സലാം ചൊന്നതുപോലെ അല്ലെ, ഒരു അമലാക്കുക നിങ്ങൾക്ക് ഒരു അവസരം കിട്ടിയെങ്കിൽ അതിനെ മാക്സിമം യൂസ് ആക്കുക നിങ്ങൾക്ക് തീരും. ഷെയ്ത്താന്റെ ഫിത്നയിൽ, ഷെയ്ത്താന്റെ ഷർറിൽ ഞങ്ങൾ മൂന്ന് പോകും തീരാം. മൂസാ നബി ചൊന്നതുപോലെ എന്തേ, മൂസാ നബിരെ ആൾമാരെയും അള്ളാഹു വിളിച്ച ആയെങ്കില മൂസാ നബി ആൾമാരെ ബാക്കിലാക്കിട്ട് വേഗ അള്ളാഹുരെ മുട്ടുപോയി. അപ്പൊ അള്ളാഹു മൂസാ നബിട്ട് കേൾക്കു, വമാ അഅ്ജലക അൻ ഖൗമിക യാ മൂസ. മൂസ, നിന്റെ ആൾമാരുള്ള പിറവുള്ളാറ്, നിന്റെ ആൾമാരെ വിട്ടിട്ട് നീ എന്തിക്ക് ഇത്ര വേഗം മുന്നോട്ട് പറഞ്ഞേ? മൂസാ നബി കൊടുത്ത ഉത്തര, വഅജിൽതു ഇലൈക റബ്ബി ലിതർദ. അല്ലാഹുവേ, ഞാൻ നിന്റെ മുട്ട യാരെ ബിസി ആയിട്ട് സ്പീഡിൽ വന്നേ ലിതർദ, നീ എന്നെ തൃപ്തിപ്പെടുക വേണ്ടി. അപ്പൊ ഇൻഷാ അല്ലാഹ് സഹോദരന്മാരെ, ഞങ്ങളെ മുന്നോട്ട് കിട്ടിയതായ ഈ ടൈമുറെ, ഞങ്ങളെ മുന്നോട്ട് പ്രവേശിക്കുകയുള്ളതായ ഈ ടൈമുറെ യാര ഇഖ്ലാസോട് കൂട്ടിയിട്ട് ഞങ്ങളെ കൊണ്ടാവുന്ന രൂപത്തിൽ ഈ ഒരു 10 നാളിൽ പല രൂപത്തിലും നിങ്ങൾക്ക് പ്ലാൻ ആക്കാം. ഖുർആൻ കംപ്ലീറ്റ് ഓതി തീർക്കും തീരുമാനിച്ചെങ്കിൽ നടക്കരുത് അല്ലെ. ഒരു നാൾ ഒരു 4 ജുസ് ഓതിയെങ്കിൽ ഞങ്ങൾ തീരുമാനിച്ചെങ്കിൽ ഞങ്ങളെ കൊണ്ട് സാധിക്കും അല്ലെ. ഒരു നാൾ 4 ജുസ് ഓതിയെങ്കിൽ 8 ഒലിമ്പോ ആകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് അത് തീർക്കുക. ഒരു നാൾ ഇത്ര പിന്നെ ദിക്റാണ് ചൊല്ലുക, നിങ്ങൾക്ക് തീരുമാനിക്കാം. അങ്ങനെ ഇത്ര നാൾ ചൊല്ലിട്ട് നിശ്ചയിച്ചത് കൊണ്ട് തപ്പൊന്നും അല്ല. അതൊക്കെ പ്രത്യേക കൂലിയും ಅದಕ್ಕೆ ಪ್ರತ್ಯೇಕമായ ರೀತಿ ರೂಪಲ್ಲ ನಿಶ್ಚಯಿക്കുമ്പോഴത്തേക്കായിട്ട് തപ്പവര്. ഒരു 100 സുബ്ഹാനല്ലാഹ് ചൊല്ലുക നിസ്കാരത്തിൽ, പിന്നെ മുന്നോട്ടല്ലാത്ത ഒരു 100 സുബ്ഹാനല്ലാഹ് ചൊല്ലുക. ഈ 10 നാൾ ദുഹാ നിസ്കാര ഒരു നാൾ തപ്പാണ്ട് നിസ്കരിക്കുക. ഈ 10 നാളിൽ ഖിയാമുൽ ലൈൽ നിസ്കാര നാം തപ്പാണ്ട് നിസ്കരിക്കുക. ഈ 10 നാളിൽ ജമാഅത്ത് നിസ്കാര ഒന്നുപോലും നഷ്ടപ്പെടാണ്ടതാണ് നിസ്കരിക്കുക. ഇങ്ങനെല്ലാം നമുക്ക് തീരുമാനിക്കാം. അത് ഈ 10 നാൾ നിങ്ങൾ പ്രാക്ടീസ് ആക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ പിന്നെയും നിങ്ങൾക്ക് എന്താവും, അത് തുടർന്ന് കൊണ്ടുപോകാം. അപ്പൊ ഈ 10 നാളുടെ പ്രാധാന്യത്തെ മനസ്സിലാക്കിയിട്ട് അതിലെ റമദാനിലെ ലാസ്റ്റ് 10 നിങ്ങൾ എങ്ങനെ പ്രാധാന്യത്തെ കൊടുക്കണമോ ಅದಕ್ಕೆ സമാനമായ പ്രാധാന്യത്തെ കൊടുത്തിട്ടു ഈ ദുൽഹിജ്ജത്തെ 10 നാളിലെ നിങ്ങൾ കാണുക, ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുക്കുള്ള തൗഫീഖ് നിങ്ങൾക്ക് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുരെ യാരെ ദിക്റാക്കരൻകത്തെ നല്ല വിശ്വാസിമാരെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരെ, ഈ 10 നാളുമായി ബന്ധപ്പെട്ടിട്ട് ഉദ്ഹിയ്യത്ത് നിങ്ങൾക്ക് ಗೊತ್ತು. ഇൻഷാ അല്ലാഹ് ഉദ്ഹിയ്യത്ര മസലല്ല അത് വേറെ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന വിഷയത്തിൽ ക്രായಗಳ ഒരു വിഷയം മാത്രം. അങ്ങനെ ഉദ്ഹിയ്യത്ത് കൊടുക്കുക ആഗ്രഹിക്കറങ്ങ നിങ്ങൾക്ക് ಗೊತ್ತುಂಡಂಗ ദുൽഹിജ്ജ പ്രവേശിക്കരയ്ക്ക് മുന്നേ ಅದರ ടൈമെല്ലാം നോക്കിയിട്ട് അത് പ്രവേശിക്കരയ്ക്ക് മുന്നേ എന്തിനാക്കണം, അല്ലെ തലരെ മുടിയിക്കട്ട് അങ്ങനെ ഉಗುರು എന്തെല്ലാം എടുക്കുക പിന്നെ ഉള്ളത് അതെല്ലാം എടുത്ത് ക്ലീൻ ആയിട്ട് ഇട്ടിക്കണം. അങ്ങ് ദുൽഹിജ്ജ തിങ്ങൾക്ക് എന്താവണായത് അങ്ങ് പ്രവേശിക്കണായത് അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ പ്രത്യേകമായ സുന്നത്തായിട്ട് ഈ ഉദ്ഹിയ്യത്ത് കൊടുക്കുന്ന വിഷയത്തിൽ ചിന്തിക്കാത്ത ആൾമാർ ഒരു ആട് അറുത്തു കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഒരു കഴിവുണ്ടെങ്കിൽ നിങ്ങൾ അത് കൊടുക്കണേ, അതൊക്കെ നിങ്ങൾ പരിശ്രമിക്കണേ. അത് നിങ്ങൾക്ക് ഒരു നഷ്ടവും വരത്തില്ല. ഇനി ആട് നിങ്ങൾക്ക് ഫുള്ള് കൊടുക്കുക ആവില്ല, ഒരു ഷെയർ നിങ്ങൾ റായത്ത് നിങ്ങൾക്ക് കൂടെ 4,000, 5,000 രൂപയ്ക്ക് ഷെയർ നിങ്ങൾ റായത്ത് കൂടെ ഞങ്ങളെ പള്ളിയില ഞങ്ങളെ ചങ്ങായിമാരല്ലിക്കുക. അപ്പൊ ഞങ്ങളെ കൊണ്ടാവര് എന്തെങ്കിലും ഒന്നും അതിൽ നിങ്ങൾ ആക്കുക, നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹുമ്മ റബ്ബി ഇർഹംഹുമാ കമാ റബ്ബയാനാ സിഗാറ. اللهم رب ارحمهما كما ربيانا صغارا. اللهم رب ارحمهما كما ربيانا صغارا. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد والحمد لله رب العالمين. السلام عليكم ورحمة الله.